ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിനെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു ലോ ബഡ്ജറ്റ് ഒരു 40 ലക്ഷം രൂപയിൽ താഴെ ലഭിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായൊരു ലൊക്കേഷനിലാണോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് സമീപത്തായി ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് വരുന്നത്. മനോഹരമായൊരു ബോക്സി മോഡലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ആലുവ ടൗണിലേക്ക് 5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ഇതൊരു ഫ്ലഡ് ബാധിക്കാത്ത 2018-19 കാലഘട്ടങ്ങളിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ ഒരു 13 കിലോമീറ്റർ ദൂരവും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ ഒരു 15ഓളം കിലോമീറ്റർ ദൂരവും ആണ് വരുന്നത്. മാത്രമല്ല സ്റ്റേറ്റ് ഹൈവേ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് ഹൈവേയിലേക്ക് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട് ഏതാണ്ട് 2 സെൻറ്റ് 200 ലെങ്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1050ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീട് ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു വീടാണ്. ചെറിയ ബഡ്ജറ്റിലും ലഭിക്കുന്നതാണ്. ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ മുൻവശത്തായി നൽകുന്നുണ്ട്. കൂടാതെ വീടിൻ്റെ മുൻവശത്ത് ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വീടിൻ്റെ വാട്ടർ സോഴ്സ് വരുന്ന കിണർ വെള്ളമാണ് കേട്ടോ. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും ശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം കിഴക്ക് ദിക്കിലേക്കാണ് വരുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെന്ന് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ ലിവിങ് സ്പേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. നല്ല ഭംഗിയിൽ തന്നെ മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ഈ TV യൂണിറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലാണ് കേട്ടോ. ഡൈനിങ് ഏരിയയിലാണെങ്കിലും മനോഹരമായ രീതിയിൽ അത്യാവശ്യം സ്ഥലമെല്ലാം യൂട്ടിലൈസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിൽ ഒരു കോർണറിലായി ഒരു ഏരിയയിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഒരു വാഷ് ബേസിൻ എല്ലാം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് കേട്ടോ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും കിച്ചൺ സൈഡിലേക്ക് പോയാൽ നല്ലൊരു കിച്ചൺ, മനോഹരമായ രീതിയിൽ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിച്ചൺ കൗണ്ടറിലായി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെ ഇവിടുത്തെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് ഈ ഔട്ട് സൈഡെല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. 10:8 സൈസിലാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രം തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. സെറ ബ്രാൻഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ടൈലിനായി ടഫൻ ഗ്ലാസും നൽകിയിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ സൈഡ് വശത്തായി ഈ ഒരു ഭാഗത്ത് നിന്ന് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. 2 ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിങ്ങുകളിൽ പർഗോളകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. എപ്പോഴും സൺലൈറ്റ് ലഭിക്കാവുന്ന വിധത്തിലാണ് ഈ ഏരിയയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് 4x2 വെട്രിഫൈഡ് ടയൽസുകളാണ് ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. 8x10 എന്ന അളവിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ്. വലിയൊരു വാർഡ്രോബ് സൗകര്യവും ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്.
മാത്രമല്ല സെറ ബ്രാൻഡെല്ലാം യൂസ് ചെയ്ത് മനോഹരമായ രീതിയിൽ തന്നെ ഒരു ബാത്റൂമും ഒരുക്കിയിരിക്കുന്നു. ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാൽ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 8-12 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വളരെ സൗകര്യവും ഒരു മിറർ യൂണിറ്റ് വിത്ത് ഡ്രസ്സിങ് ഏരിയ എല്ലാം നൽകി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ബാൽക്കണി കൂടി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. 2 സെൻറ്റിൽ 200 ലെങ്സിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് 1050ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 39 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള വീടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുമല്ലോ. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം.